നമസ്കാരം. മനുഷ്യൻ ജനിക്കുന്നു, അവൻ രോഗബാധിതനായി ജനിക്കുന്നു, അവൻ രോഗങ്ങളിലൂടെ ജീവിക്കുന്നു, രോഗം പൂർണ്ണമായി മരിക്കുന്നു. ആശുപത്രിയിൽ രോഗം മാറ്റാൻ നിയോഗിക്കപ്പെട്ടവരും മരണത്തിന് കീഴടങ്ങുന്നു, അവരും രോഗികളായി മരിക്കുന്നു. എന്നെപ്പോലുള്ള ഉപാസകർ മനുഷ്യൻ്റെ ഫലങ്ങൾ പറയുന്നു. സ്വന്തം ഫലങ്ങൾ പറയാൻ പറ്റില്ല. അങ്ങോട്ട് പോയാൽ നിങ്ങൾക്കൊരു കുഴിയുണ്ടാകും, നിങ്ങൾ ആ കുഴിയിൽ പോയി പെടാം. അതുകൊണ്ട് വഴി മാറി സഞ്ചരിക്കാം എന്ന് ഞങ്ങളെപ്പോലുള്ള എനിക്ക് ജ്യോതിഷം അറിഞ്ഞുകൂടാ, ജ്യോതിഷ പണ്ഡിതന്മാർ പറയും. അവർ കവടിയൊക്കെ നിരക്കി ഗ്രഹത്തിൻ്റെ നോട്ടവും പ്രശ്നങ്ങളും ജനനസമയം അനുസരിച്ചുള്ള ഗ്രഹങ്ങളുടെയൊക്കെ വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് പറയും. എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്കൊരു ഉപാസനയുണ്ട്. ആ ഉപാസന എൻ്റെ കാതിൽ പറയുന്നത് ഞാൻ പറയും. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കല ടീച്ചർ അത് ഉൾക്കൊള്ളാനും തയ്യാറാവില്ല. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭർത്താവ് 1000 വർഷം ജീവിച്ചിരിക്കണം എന്ന്, ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണം എന്നാണല്ലോ എല്ലാ ഭാര്യമാരുടെയും ആവശ്യം. എന്ന് പറഞ്ഞാൽ വിവാഹബന്ധം വേർപെട്ടു പോകാത്ത ഭാര്യമാരുടെ ആവശ്യം. മദ്യപാനിയാണെങ്കിലും ആഭാസനാണെങ്കിലും എനിക്കും എൻ്റെ കുട്ടികൾക്കും ചെലവിന് തരുന്നുള്ള ഒരു മനുഷ്യ ജന്മമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഭാര്യമാരും എൻ്റെ മുമ്പിൽ നിരവധിയാണ്. ഗതികെട്ട് സമ്മർദ്ദത്തോടു കൂടി ജീവിക്കുന്ന നിരവധി പേരുണ്ട്. സമ്മർദ്ദം താങ്ങാൻ പറ്റാതെ മരണത്തിന് കീഴടങ്ങുന്നവരുണ്ട്, ശ്വാസം മുട്ടുന്നവരുണ്ട്, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ചേർന്നതാണ് ജീവിതം. ഞാനിത് എന്തിനു പറയുന്നു എന്ന് പറഞ്ഞാൽ, 2 ദമ്പതികൾ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവർക്ക് 4 മക്കളുണ്ടായി. 2 പേരും വിദ്യാസമ്പന്നരാണ്. മക്കളെ നല്ലവണ്ണം വിദ്യ അഭ്യസിപ്പിച്ച് അവരെ സമൂഹത്തിൻ്റെ മുമ്പിൽ നിലയും വിലയോടുകൂടി ജീവിക്കുന്നു എന്ന് പറയാൻ അത്യാർത്തിയുള്ളവർ. അങ്ങനെയാണല്ലോ. മക്കളെ മുഖംമൂടിയിട്ട് മറച്ച്, മക്കൾക്കൊരു കുഴപ്പമില്ല, അവർ വിദേശത്ത് ഇന്നതാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, പിന്നെ എന്തൊക്കെയാണോ അതിനപ്പുറത്തേക്കുള്ളത് ഇപ്പുറത്തേക്കുള്ളത്, IT ഇന്നതാണ്, കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ്, എവിടെയൊക്കെയാണോ എന്താണ് സമൂഹത്തിൻ്റെ മുമ്പിൽ അഭിമാനം കൊണ്ട് നിവർന്നു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള അച്ഛനമ്മമാർ, അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കൾ. ഞാനിപ്പോൾ പറയുന്നത്, ഞാൻ ഒരു അച്ഛനും അമ്മയും കണ്ടു. ആ അച്ഛനും അമ്മയും മക്കളെ അച്ചടക്കത്തോടുകൂടി വിദ്യാസമ്പന്നരായി പഠിപ്പിച്ച് വിദേശത്ത് വിട്ടു. ചിലർ വിദേശത്ത് തിരിച്ചു വന്നു. ഇന്ത്യയുടെ മെട്രോ നഗരങ്ങളിൽ തങ്ങി. അവരുടെ പുതിയ മക്കൾക്ക് അച്ഛനമ്മമാരെ അറിയില്ല. ഉണ്ട്, ഫോണിൽ കൂടെ സംസാരിക്കും, മൊബൈലിലൂടെ കാണിക്കും, അത്ര തന്നെ. മൊബൈൽ കണ്ടു കഴിഞ്ഞു, ഇനി മുമ്പ് ഇരുന്ന് പഠിക്കൂ എന്ന് പറയുന്ന മക്കൾ, അവരുടെ കൊച്ചുമക്കൾ. വാർദ്ധക്യമെന്ന് പറയുന്നത് ഒഴിവാക്കപ്പെടാനുള്ളതല്ല എന്നുള്ളൊരു സത്യം, കറുത്ത തലമുടി എപ്പോഴാണ് നരച്ചു പോകുന്നതെന്നറിയാത്ത അറിയാത്ത പോകുന്നവരുടെ ചില സത്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും, നമ്മളെ കാലൻ കൊണ്ടുപോകുന്ന ഓരോ നിമിഷവും, നമ്മൾ അറിയാതെ പോകുന്ന ഓരോ നിമിഷവും, നിങ്ങൾ ജീവിക്കാതെ പോകുന്ന, ഇല്ലെങ്കിൽ മണ്ണിന് വേണ്ടി, പെണ്ണിന് വേണ്ടി, സമ്പത്തിന് വേണ്ടി ആർത്തി പൂണ്ട് നടക്കുന്ന നമ്മളറിയാതെ പോകുന്നൊരു സത്യമുണ്ട്. രാഷ്ട്രീയത്തിലും സിനിമയിലുമൊക്കെ സ്വന്തം സൗന്ദര്യം കണ്ണാടിയിൽ നോക്കി അഹങ്കാരം കൊള്ളുന്ന, താനില്ലെങ്കിൽ ഭൂമിയുടെ ഭ്രമണപഥം കറങ്ങില്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേർ. എന്തു ചെയ്താലും ഇവിടെ ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല, ഈ ഭൂമിയുടെ കടിഞ്ഞാൺ, കാലമെന്ന് പറയുന്ന കുതിരയുടെ കടിഞ്ഞാൺ മാത്രം നിയന്ത്രിക്കാൻ മറന്നു പോകുന്ന ചിലർ. ഞാനിത് പറയാനുള്ളതിൻ്റെ ഒരു കാരണം, മക്കൾ 4 പേർ, 2 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ. 2 പെൺമക്കളും വിവാഹം കഴിച്ചു, 2 പെൺകുട്ടികളും വിവാഹം കഴിച്ചു. അവർക്ക് കൊച്ചുമക്കൾ, യഥേഷ്ടം പണം, സമ്പത്ത്, എല്ലാവിധ സൗഭാഗ്യങ്ങളും കൂടി ജീവിക്കുന്നു. പക്ഷേ ഒരു ഓണവും ഒരു ക്രിസ്മസും ഒരു ആഘോഷങ്ങളും ഒരു ജന്മദിനവും മക്കൾ ഈ അച്ഛനമ്മമാരെക്കുറിച്ച് ഓർക്കുന്നില്ല.
അതിലൊരാൾ എന്നെ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു മാടന്തപുരാൻ ക്ഷേത്രത്തിൽ വരാം, 9037774456 അതിൽ വിളിച്ച് ബുക്ക് ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ കാലിൽ ഒരു വശം, എൻ്റെ ശരീരത്തിൻ്റെ ഒരു വശം തളർന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വന്ന് ഫലം പറയാനുള്ള അവസ്ഥയില്ല സാറേ. അപ്പോൾ അതുകൊണ്ട് എന്നാൽ ഭാര്യയോട് പറയാൻ. അപ്പോൾ ഭാര്യയെ അദ്ദേഹം ഒരു നിമിഷം നിശബ്ദനായിരുന്നിട്ട് പറയുന്നു, ഭാര്യയ്ക്ക് ബൈപ്പാസ് കഴിഞ്ഞതാണ്, സർജറി. മക്കൾ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അവർ മക്കളെക്കുറിച്ച് പറഞ്ഞു. മക്കളെക്കുറിച്ച് അഭിമാനം കൊണ്ടിരുന്ന ആ വാക്കുകൾ ഇപ്പോഴില്ല. ഞാനൊരു കാലത്ത് ഇത്തരം ആൾക്കാരെക്കുറിച്ച്, മക്കളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന, മക്കളെ പഠിപ്പിക്കാൻ ട്യൂഷൻ മാസ്റ്റേഴ്സിൻ്റെ വീടിന് മുമ്പിൽ ഇരിക്കാൻ പോലും പറ്റാതെ മണിക്കൂറുകളോളം കാത്തുനിന്ന് കുട്ടികളെ അകത്ത് പഠിപ്പിച്ച് തിരിച്ച് വിളിച്ചുകൊണ്ട് പോയി ജീവിതം മുഴുവൻ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന മാതാപിതാക്കൾ, അങ്ങനെ പഠിപ്പിച്ച് വലുതാക്കിയ 4 കുട്ടികളെ ശിക്ഷിച്ച 2 മാതാപിതാക്കളും ദുഃഖത്തിലാണ്. എന്താണ് ദുഃഖം? അവരുടെ ദുഃഖം എന്താണ്? പരസ്പരം അറിയാത്ത ദുഃഖം. എതിർവശത്തിരിക്കുന്ന ഭാര്യയോട് ഭർത്താവ് ചോദിക്കുന്നു, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിന്നെ ഇതിനു മുമ്പ് ഞാനിവിടെ കണ്ടിട്ടില്ലല്ലോ, എന്തിനിവിടെ വന്നിരിക്കുന്നു? ആ ഭാര്യ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത്? ഇതെങ്ങനെ നിങ്ങളെ വീടാവും? ഇതെൻ്റെ വീടല്ലേ, ഇതെൻ്റെ ഭർത്താവ് എനിക്ക് വെച്ച് തന്നതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്? ഓർമ്മയില്ലാതെ പോകുന്ന മനോദുഃഖങ്ങളും മാനസിക സംഘർഷങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും ചുറ്റും നിൽക്കുന്നവരും ഓമനിച്ചു വളർത്തിയവരും ഒക്കെ കൊടുത്ത സംഘർഷങ്ങൾ കൊണ്ട് സെറിബ്രം എന്ന് പറയുന്ന 114 ഗ്രാമുള്ള സെറിബ്രത്തിനെ നാഗങ്ങൾ ചത്ത് ഓർമ്മയില്ലാതെ പോകുന്ന അവസ്ഥ. തൻ്റെ ഒരു കട്ടിലിൽ കിടന്ന് ഒരുമിച്ച് ജീവിച്ച് പ്രണയിച്ച് ജീവിച്ച് കുട്ടികൾക്ക് വേണ്ടി ജീവിച്ച് കുട്ടികളെ പഠിപ്പിച്ച് വലുതാക്കി, അവരുടെ അധ്വാനം കൊണ്ട് പഠിപ്പിച്ച് വലുതാക്കി, അവരെയൊക്കെ ജോലിയുടെ ഓരോ ഭാഗത്ത് വിട്ടപ്പോൾ മറന്നു പോകുന്നവർ, ടി വിയുടെ മുമ്പിൽ മാത്രം ജീവിതം അവസാനിക്കാൻ വിധിക്കപ്പെട്ടവർ, ഒരു അടുക്കളയിൽ നിന്ന് മുമ്പിലേക്കും അവിടെ നിന്ന് അടുക്കളയിലേക്കും അവിടുന്ന് ബെഡ്റൂമിലേക്കും അവിടുന്ന് ടി വിയുടെ മുമ്പിലേക്കും വരാൻ മാത്രം വിധിക്കപ്പെട്ട ജന്മങ്ങൾ, ഇരിക്കുന്ന കസേരയിൽ തൻ്റെ ശരീരത്തിൻ്റെ നിഴലുകൾ വീഴുന്ന അവിടെ ആ ഷാഡോ ബാധിക്കും എന്ന് പറയും. അങ്ങനെ ബാധിച്ച 2 പേർ. മക്കൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ആലോചിക്കും, ആരുടെ മക്കളെക്കുറിച്ചാണ് സംസാരിച്ചത്? എപ്പോഴെങ്കിലും ഓർമ്മ വന്നാൽ, നിങ്ങളെ എൻ്റെ വീട്ടിൽ എന്തിനാണ് കയറിയിരിക്കുന്നത്? നിങ്ങളെ എനിക്ക് മനസ്സിലായില്ലല്ലോ, നിങ്ങൾ ആരാണ്? അപ്പോൾ മറ്റേയാൾ, ഞാൻ നേരത്തെ ചോദിച്ച പോലെ, അയാൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. ഇനി ഞാൻ നിൻ്റെ ഭർത്താവല്ലേ? എനിക്ക് ഭർത്താവോ? എൻ്റെ ഭർത്താവിനൊരു പേരുണ്ടായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തൊരു ക്രൂരമായിട്ടുള്ള വിധിയാണത്. എനിക്കത്, ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നിങ്ങളൊന്ന് ആലോചിക്കണം. അദ്ദേഹത്തിൻ്റെ ബിരുദങ്ങൾ, ആ സ്ത്രീയുടെ ആ റിട്ടയർമെൻറ്റ് ലൈഫിൽ കിട്ടിയ ഉപഹാരങ്ങൾ, ജീവിതത്തിൽ നമ്മളൊന്ന് പുറകിലോട്ട് ചിന്തിക്കേണ്ട ഒരു കാലമാണ്. എപ്പോഴാണ് മനുഷ്യന് ദുരന്തങ്ങളും ദുഃഖങ്ങളും സംഭവിക്കുന്നത് നമുക്കറിയാൻ വയ്യ. കഴിഞ്ഞ ദിവസം ഇന്ന് പുന്നയ്ക്കാമുകളിൽ മത്സരിച്ച മഹേശ്വരൻ നായർ കോൺഗ്രസിൻ്റെ ആദർശശാലിയായ നേതാവായിരുന്നു. അദ്ദേഹം BJPയിലേക്ക് പോയി അവിടെ നിന്ന് മത്സരിച്ചപ്പോൾ അദ്ദേഹം മത്സരിച്ചു പരാജയപ്പെട്ടപ്പോൾ പൊട്ടിക്കരഞ്ഞവർ ഏറെ. അപ്പോൾ ഇന്ന് ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു മരണ വീട്ടിലാണ്. എവിടെയെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇലക്ഷന് വേണ്ടി അഹോരാത്രം പണിയതൊരു കുടുംബം, ആ കുടുംബത്തിലെ 3 പേർ, അച്ഛൻ, മകനും പിന്നെ മറ്റു കൊച്ചുകുട്ടിയുണ്ടെന്ന് തോന്നുന്നു, ശബരിമല പോയിട്ട് മടങ്ങി വന്നതാണ്. ദൈവദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന് ബസ് ആക്സിഡൻറ്റിൽ, ബസ്സിൽ പോയി ഒന്ന് മയങ്ങിപ്പോയതാണെന്ന് പറയുന്നു. അത് ബസ് ഡ്രൈവറാണോ മയങ്ങിയത്, കാർ ഡ്രൈവറാണോ എന്നറിയില്ല.
3 പേരും, ഒരാൾ മോശാവസ്ഥയിലാണ്, ഭഗവാനെ കാണാൻ പോയിട്ട് വന്നതാണ്. രാത്രികളിൽ യാത്ര ചെയ്യരുതെന്ന് ഞാൻ എപ്പോഴും പറയും വീഡിയോയിലൂടെ. രാത്രികളിലെ യാത്ര 10 മണിക്ക് മുമ്പ് നിങ്ങൾ ഉറക്കം വന്നാൽ ഒരു വശത്തേക്ക് കാറ് മാറ്റിയിട്ട് ഉറങ്ങിയിട്ടേ പോകാവുള്ളൂ. ശബരിമല മുഴുവൻ ചവിട്ടിക്കയറി വന്ന് ശരണവും വിളിച്ച് അവിടെ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന് ആ കാർ ഓടിക്കുമ്പോൾ കണ്ണൊന്ന് മയങ്ങിയാൽ തീർന്ന ജീവിതമേ ഉള്ളൂ നമുക്ക്. ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും, അത് ഒരു രാഷ്ട്രീയക്കാരും ഭരണകൂടവുമല്ല, ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ചിട്ടുള്ളതുണ്ട്. ദൈവത്തിൻ്റെ നിയോഗമനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിവിടെ ഒരു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത ഇലക്ഷൻ മുഖ്യമന്ത്രിയാകാൻ കാത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ മത്സരമാണ് ഒരു പനി വന്നാൽ തീരുന്ന ജീവിതം. വണ്ടി എടുത്തൊന്ന് ഇറങ്ങിയാൽ എതിരെ നിൽക്കുന്നവൻ്റെ ജാതകമനുസരിച്ച് അവൻ കള്ളു കുടിച്ച് അല്ലെങ്കിൽ കള്ളു കുടിക്കാതെ ബോധമില്ലാതെ അവൻ ഒരുത്തനെ കൊല്ലും എന്നുള്ള നിയോഗം അവനുണ്ടെങ്കിൽ, ഈ ഇറങ്ങുന്ന വണ്ടി ഇറങ്ങുന്ന സമയം കൃത്യമാണെങ്കിൽ അവിടെ തീർന്നു കാര്യങ്ങൾ. ഒരുപാട് പേര് മരണം എന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തെ മറന്നു പോവുകയും അങ്ങനെ ഒരു പ്രതിഭാസം തനിക്കില്ല എന്ന് വിചാരിക്കുകയും വാർദ്ധക്യം ബാധിച്ചവർക്ക് മാത്രമേ മരണമുള്ളൂ എന്ന് വിചാരിക്കുകയും യൗവനാവസ്ഥയിലും ബാല്യാവസ്ഥയിലും ഉള്ളവർക്ക് അത്തരം ഒരു ബാല്യത്തിലും കൗമാരത്തിലുമുള്ളവർക്ക് അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടാകില്ല എന്നും ചിന്തിക്കുന്ന മനുഷ്യർ. എന്തൊരു ദാരുണമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് ചിലർ കടന്നു പോകുന്നത്. സത്യത്തിൻ്റെ മുഖം വികൃതമാണെന്ന് പറയുന്നത് പോലെ മരണത്തിൻ്റെ മുഖം വികൃതമാണോ എന്ന് നമുക്കറിയില്ല. മരണമെന്ന ശാശ്വതമായ സത്യം മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമ്പോൾ മനുഷ്യൻ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി അതിൻ്റെ സപ്രപഞ്ചക്കട്ടിലിൽ കയറിക്കിടന്ന് അവൻ്റെ സ്വപ്നങ്ങൾ ഉയർന്ന് കോടീശ്വര പ്രഭു AC മുറികളിലും നീലജലാശയത്തിലും കൊടുമുടികളിലും സമ്പന്നതയുടെയും പ്രശസ്തിയുടെയും ഏറ്റവും നല്ലതായ ഏറ്റവും ഉത്തമമായ അവസ്ഥയിലേക്ക് ചിന്തിച്ച് സ്വപ്നം കണ്ട് കിടക്കുമ്പോഴാണ് അവൻ്റെ നെഞ്ചത്തൊരു പാമ്പ് വന്ന് വീഴുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഞാനതിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ. മറവി എന്ന മാരകമായ രോഗം ബാല്യത്തിലും കൗമാരത്തിലും ഒക്കെ കൊടുക്കുന്ന സംഘർഷങ്ങൾ, പ്രത്യേകിച്ച് ബാങ്ക് മാനേജർമാർക്ക്, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ബാങ്ക് മാനേജർമാർക്ക് കൊടുക്കുന്ന സമ്മർദ്ദം. ഓരോ സമ്മർദ്ദങ്ങളിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും പ്രൈവറ്റ് പിന്നെ IT കമ്പനികളിലും ഒക്കെ കൊടുക്കുന്ന സംഘർഷങ്ങൾ, മാനസികമായ തകർച്ചകൾ, ശാരീരികമായ തകർച്ചകൾ, ഹോർമോണിൻ്റെ തകർച്ചകളൊക്കെ കൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ നമ്മൾ സഞ്ചരിക്കുന്നത് എങ്ങനെയെന്നറിഞ്ഞൂടാതെ ചിലരൊക്കെ ബസ്സിലേക്ക് കയറിയിരുന്ന് ചില ചെറുപ്പക്കാർ കൂർക്കം വലിച്ച് ഉറങ്ങുന്നത് കാണാം. എത്രയോ ദിവസമായി ഒന്ന് നിവർന്ന് കിടന്ന് കണ്ണടച്ചിട്ട് ജീവിക്കാൻ മറന്നു പോകുന്നവർ അല്ലേ, കുട്ടികളെ വളർത്തി വലുതാക്കിയിട്ട് കുട്ടികൾ മറന്നു പോകുന്നവർ, എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ച്, ഞാൻ ഈ പറഞ്ഞവർ 65-70 വയസ്സ് കഴിഞ്ഞവരാണ്. പരസ്പരം നീ ആര്, നീ എന്തിനെൻ്റെ വീട്ടിൽ കയറിയിരിക്കുന്നു, എനിക്കെൻ്റെ ഭാര്യയുണ്ട്, അത് നിനക്കറിയില്ലേ, എന്നാൽ പിന്നെ നിങ്ങൾ പറ നിങ്ങളുടെ ഭാര്യയുടെ പേരെന്താണ്. എൻ്റെ ഭാര്യയുടെ പേര് ഞാൻ പറയാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്രയോ വർഷം ഒരുമിച്ച് ജീവിച്ച ഭാര്യയുടെ പേര് പറയാൻ മറന്നു പോകുന്ന ഭർത്താക്കന്മാരും. നിങ്ങൾ എൻ്റെ ദേഹത്ത് തൊടരുത്, ഇതെൻ്റെ ശരീരവും എൻ്റെ മനസ്സുമൊക്കെ ഞാൻ ഭർത്താവിന് സമർപ്പിച്ചതാണ്, ഞാൻ പോലീസിനെ വിളിക്കും, നിങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്ന മുമ്പിൽ ഇരിക്കുന്ന ഭർത്താവിനെ നോക്കി പറയുന്ന ഭാര്യമാരുടെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അങ്ങനെ 2 പേരെ ഞാൻ കണ്ടു. എന്നോട് തന്നെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ, അല്ല നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുന്ന അവസ്ഥ. ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ സ്തംഭിച്ച് നിൽക്കും, നമുക്കൊന്നും പറയാൻ കഴിയില്ല. മനസ്സ് മാത്രമല്ല സ്തംഭിക്കുക, അല്ലേ, ബോധം സ്തംഭിച്ചു പോകും. മനസ്സെന്ന് പറയുന്നതും ബോധമെന്ന് പറയുന്നതും തമ്മിൽ ബന്ധമുണ്ട്. നമ്മൾ അടുത്ത് എന്ത് ചിന്തിക്കണം, എന്തു പറയണം എന്ന് ചിന്തിക്കുന്നതും മനസ്സും ബോധവുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ ബോധത്തെ, നശിച്ചുപോയ ബോധത്തെക്കുറിച്ച് മനസ്സിൻ്റെ എവിടെയോ കിടപ്പുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യൻ എൻ്റെ 4 കുട്ടികളെ സൃഷ്ടിച്ചതാണ്, പക്ഷേ എനിക്ക് ആളിൻ്റെ പേര് ഓർമ്മ വരുന്നില്ല നിങ്ങൾ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന, മറ്റേയാൾക്കുണ്ടാകുന്ന, അദ്ദേഹത്തിന് ഓർമ്മയിലുണ്ടാകുന്ന മാനസികാവസ്ഥ
ഓർമ്മക്കേടുകളുടെ ലോകം. ചിലരെ കണ്ടില്ലേ, ചിലരെ നമ്മൾ സഹായിച്ചവർ നമ്മളെ കണ്ടാൽ തിരിഞ്ഞു നടക്കും. ഓർമ്മിച്ചെടുക്കാൻ പറ്റാത്ത ചിലർ ഓർമ്മയുണ്ടോ എന്ന് പറയും. ഞാൻ ചിലരെ എന്നെ വിളിക്കുമ്പോൾ ഞാൻ പറയും, ഒന്ന് ഓർമ്മിപ്പിക്കുമോ എന്ന് ചോദിക്കും. കാരണം ഒരുപാട് പേര് വിളിക്കുന്നത് കൊണ്ടും പ്രായം, എന്നാലും ഓർത്തെടുക്കും. ഇങ്ങനെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലതൊക്കെ തെറ്റും, ഇത്രയും പേര് വിളിക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന്. അപ്പോൾ ഈ ഓർമ്മ എന്ന് പറയുന്ന ഒരു വലിയ സത്യം ആയുർവേദത്തിൽ നല്ല മാസത്തിലല്ല, ഈ ഓരോ കർക്കിടക മാസത്തിൽ ശരീരത്തിൻ്റെ ശുദ്ധി ചെയ്തുകൊണ്ട് ഈ ത്രിപുലാധികേരം എന്ന് പറയുന്നൊരു എണ്ണയുണ്ട്, ത്രിപുലാധികേരം. ഇപ്പോൾ ആയുർവേദത്തിൽ ഒരുപാട് എണ്ണ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് എണ്ണ. നമ്മുടെ കോഴിക്കോട് നിന്നുള്ള ഒരു നല്ല എണ്ണ, ടീച്ചറൊക്കെ ആ എണ്ണ തേക്കുന്നത്. ടീച്ചർ ബുദ്ധി വളരാനായിട്ടെന്നാണ് എന്നോട് പറഞ്ഞത്. ആ നല്ല എണ്ണയാണ്, അത് മുടിയൊന്നും ഒഴിയുമ്പോൾ എല്ലാവർക്കും പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബുദ്ധി കൂടുതലുണ്ട്, അതിന് കുറയ്ക്കാനാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിയെ നിലനിർത്താൻ, കോശങ്ങളെ നിലനിർത്താൻ നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയല്ല, കോശങ്ങളെ നിലനിർത്താൻ പാകത്തിലുള്ള നമുക്ക് കോശങ്ങൾ നശിക്കാൻ എന്ത് പറയണം? സംഘർഷങ്ങൾ കോശങ്ങളെ നശിപ്പിക്കും, മാനസിക സമ്മർദ്ദങ്ങൾ കോശങ്ങളെ നശിപ്പിക്കും, അപ്രതീക്ഷിതമായിട്ടുന്ന ആഘാതങ്ങൾ കോശങ്ങളെ നശിപ്പിക്കും. ആഘാതങ്ങൾ, സ്നേഹിച്ചവർ വേർപെട്ട് പോകുമ്പോഴുണ്ടാകുന്ന, സ്നേഹിച്ചവർ വേർപെട്ട് വഞ്ചിച്ചിട്ട് പോകുമ്പോൾ, ചതിച്ചിട്ട് പോകുമ്പോൾ, ഇവർ നമ്മളെ ചതിച്ചല്ലോ ഈശ്വര എന്ന് വിളിക്കുമ്പോൾ ഈശ്വരൻ്റെ വിളി മാത്രമേ കേൾക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് കേൾക്കുന്ന ആഘാതമാണ് ഇല്ലേ? ആ ആഘാതങ്ങളിൽ നിന്ന് മനുഷ്യൻ്റെ മനസ്സിനെ മോചിപ്പിക്കാൻ, അവൻ്റെ ഊർജം, അവൻ്റെ നശിച്ചു പോകുന്ന ഊർജത്തെ തിരിച്ചെടുക്കാൻ, അതിനാണ് നാഗമന്ത്രം ജപിക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ ശരീരം 7000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുകളുമുണ്ട്. നമ്മൾ എന്തൊക്കെ പറ്റിയാലും നാഗമന്ത്രം ജപിച്ച് ശരീരത്തിൻ്റെ ഊർജം നിലനിർത്തണം. അനന്തം, വാസികീം, ശേഷൻ, പത്മനാഭൻ, നഞ്ചൻ, കമ്പലൻ, ശംഖുപാലൻ, ധൃതരാക്ഷൻ, ദക്ഷയൻ, കാളിയൻ തഥാ ഏതാനി നാമാനി നാഗനഞ്ജമാത്മനാം സായംകാലേ ബഹ്ഡേ നിത്യം പ്രാതേകാലേ വിശേഷത തസ്യ വിഷമയാം നാസ്തി സർവത്ര വിജയീഭവൽ. ഇത് ഈ സർപ്പമന്ത്രം കിടക്കുന്നതിന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുമ്പും ഇത് 8 തവണ നിങ്ങൾ ജപിച്ചു നോക്കൂ. അത് ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ഇതങ്ങോട്ട് ഈ സർപ്പമന്ത്രമാണ്. അത് ജാതി മതഭേദമന്യേ നിങ്ങളിത് ജപിക്കണം. ഇതിൻ്റെ അനുഭവം വെച്ചാണ് ഞാൻ പറയുന്നത്. ഇത് മരുന്നല്ല നമ്മുടെ ഓർമ്മകളുടെ പ്രധാനം. നമ്മുടെ ശരീരത്തിൽ ഊർജം നിലനിൽക്കുക എന്നുള്ളതാണ്. മനുഷ്യജീവിതത്തിലേക്ക് ആഘാതങ്ങളിൽ തളർന്നു പോകുന്ന നാഗങ്ങളെ സർപ്പമന്ത്രം ചൊല്ലി ഊർജം കൊടുത്ത് അതിനെ നിലനിർത്തുമ്പോഴാണ് നമുക്ക് മുമ്പിലോട്ട് ജീവിക്കാനുള്ള ഊർജം കിട്ടുന്നത്. എന്തും താങ്ങാനുള്ള ശക്തിയാണ് ഈശ്വരൻ തരേണ്ടത്. നമ്മൾ ഓമനിച്ച് വളർത്തിയ മക്കൾ നമ്മളെ മറന്നു പോയവരൊക്കെ തന്നെ ഒരിക്കൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് അവരെ ഓർമ്മിച്ചെടുക്കാനും ഒക്കെയുള്ള സ്ഥിതി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മരുന്നല്ല ആവശ്യം. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വരുന്ന ഇത്തരം ആത്മീയമായ ചില അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിലൂടെ നമ്മൾ ചൊല്ലുന്ന ചില മന്ത്രങ്ങളാണ് സർപ്പമന്ത്രത്തിൽ പ്രധാനപ്പെട്ടത് എന്ന് വിചാരിച്ച് കടം തീർക്കാൻ, നമ്മുടെ നിത്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുദ്ധിയില്ലാതെ പ്രവർത്തിച്ചെടുത്ത് ചാടി കടബാധ്യത ഉണ്ടാക്കി, ബാങ്കിൽ കൊണ്ട് ലോണും വെച്ച് കുറേ കടബാധ്യത ഉണ്ടാക്കി കടം തീരാൻ സർപ്പമന്ത്രം ചൊല്ലിയിട്ട് കാര്യമില്ല. ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയി ഭക്തിയോടുകൂടി നമ്മൾ നമസ്കരിച്ചിട്ടും അവിടെ ഇരുന്നിട്ടും ക്ഷേത്രങ്ങൾ മുഴുവൻ കയറി ഇറങ്ങി നടന്നിട്ടും പരിഹാരമില്ല എന്ന് പറയുന്ന, ആ ക്ഷേത്രത്തിൽ പോകുന്നതിൻ്റെ പൈസ കൂടി കളയുന്ന അത്തരം ആത്മീയ വിശ്വാസങ്ങളല്ല ബുദ്ധിപൂർവ്വം ചിന്തിച്ച് മുമ്പിലോട്ട് പോകുന്നിടത്താണ് ഈശ്വരൻ ഒരു വഴികാട്ടിയാകുന്നത് എന്നുള്ളൊരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലേ? അങ്ങനെയല്ലേ? ക്ഷേത്രം എന്ന് പറയുന്നത് എന്താണ്? പരിശുദ്ധമായിട്ടുള്ള, പരിപാവനമായിട്ടുള്ള ക്ഷേത്ര ദർശനങ്ങൾ, ക്ഷേത്ര സാന്നിധ്യങ്ങൾ. അവിടുത്തെ പൂജാരിയെ നമ്മൾ നോക്കണ്ട. നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ച് അവിടെ തെളിയുന്ന പ്രകാശങ്ങളിലൂടെ അതിൻ്റെ പ്രകാശത്തിൻ്റെ ഒരു അംശം നിൻ്റെ ആത്മീയാംശത്തിലേക്ക് കടത്തിവിട്ട് നിൻ്റെ അന്ധകാരമാകുന്ന ജീവിതത്തെ പ്രകാശപൂരിതമാക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ദൈവ സാന്നിധ്യം നമ്മൾ തൊഴുകയും പ്രകാശം ചെയ്യുമ്പോഴൊക്കെ ദൈവകമായ സാന്നിധ്യത്തിൽ നിന്ന് അനുഗ്രഹം കിട്ടും. അത് സമർപ്പണമാണ്. അത്തരത്തിലാണ് എടുക്കാനുള്ളത്. ജീവിതത്തിലെ എല്ലാം ദൈവം തരും. ഞാൻ ഇത്രയും ക്ഷേത്രങ്ങളിൽ പോയിട്ടും ഇത്രയും പരിഹാര കർമ്മങ്ങൾ ചെയ്തിട്ടും ദൈവം എനിക്ക് ദുഃഖങ്ങൾ മാത്രമല്ലേ ഈശ്വര തന്നിട്ടുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ ഈശ്വരൻ എന്ന് പറയുന്ന സാന്നിധ്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു ചെല്ലണം. അല്ലേ?
കൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും അവരുടെയൊക്കെ ജീവിതം നമ്മുടെ ഹൈന്ദവ സങ്കല്പങ്ങളിലുള്ള ദൈവികമായ സാന്നിധ്യങ്ങൾ ശക്തി നേടുന്നതും ആ ശക്തി ക്ഷയിച്ചു പോകുന്നതും ആ പരമശിവൻ്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. എല്ലാ ദൈവികമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഒക്കെ തന്നെ മനുഷ്യനെ രക്ഷിക്കാനുള്ളതാണ്. പക്ഷെ തോന്നിവാസം കാണിച്ചിട്ട് അങ്ങോട്ട് ചെന്നാൽ ഇപ്പം രക്ഷപ്പെടാമെന്ന് വിചാരിച്ചാൽ നടക്കൂല, നടക്കണ കാര്യമല്ല. ക്ഷേത്രങ്ങളെ ദർശനം എൻ്റെ അടുത്ത് പലരും ചോദിക്കുമ്പോൾ എനിക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോപം വരുമല്ലോ. അതിലെന്താണ്, ഞാൻ അമ്പലങ്ങളിലൊക്കെ പോയി പരിഹാര കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോലും മനസമാധാനവും ശാന്തിയും ഇല്ല സ്വാമി. ഞാൻ കടം ഉണ്ടാക്കിയെടുത്ത ഭൂമി വിറ്റ് പോണില്ല. ആ ഭൂമി വിറ്റ് പോകാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമോ എന്ന് ചോദിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ പെട്ടെന്ന് നട്ടം തിരിയുന്ന ഒരാളാണ് ഞാൻ. വാങ്ങാൻ വേണ്ടി വന്ന വളരെ ചുരുക്കം ഇല്ല, എല്ലാം വിൽക്കുക എന്നുള്ളതാണ്. എല്ലാം വിറ്റ് പറക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ. അതുകൊണ്ട് ഇത്തരം അവസ്ഥകളിലേക്ക് മനുഷ്യൻ ചാടുന്നതിന് മുമ്പ് ഒന്നുകൂടി ചിന്തിക്കണം. ആ ചിന്തകൾ തരുന്ന ഓർമ്മകളാണ് ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ്. ഒരു വീട്ടിൽ വളരെ കാലം ജീവിച്ച ഒരു ഭാര്യയും ഭർത്താവും 2 പേർ. അവർ പരസ്പരം നോക്കി നീ ആര്, നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കുമ്പോഴും നീ ആരാണ്, നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കുന്നതും നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, നീ ആരാണ് എന്ന് ചോദിക്കുന്നതും പരസ്പരം അങ്ങനെ ചോദിച്ച് ജീവിതത്തിൻ്റെ അവസാന കാലങ്ങളിലേക്ക് പോയി വീഴുന്ന മനുഷ്യരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതാർക്കും സംഭവിക്കാം, എനിക്കും നിങ്ങൾക്കുമൊക്കെ സംഭവിക്കാം. അത്തരം ഭീതിയാർന്ന ഒരു അവസ്ഥകളിലേക്ക് മനുഷ്യൻ പോകാതിരിക്കാനും ബന്ധങ്ങൾ അവരെന്താ മക്കളെ 4 മക്കളെ വിദേശത്തേക്ക് പഠിക്കാൻ വിട്ടിട്ട് പിന്നെ വല്ലപ്പോഴും തിരക്കിൽ നിന്ന് നല്ല തിരക്കാണമ്മേ എന്ന്, നല്ല ബിസിനസ്സിൽ നല്ല തിരക്കാണെന്ന് പറയുന്ന മനുഷ്യരുടെ മുമ്പിൽ അമ്മ സുഖമാണോ അമ്മേ എന്ന് ചോദിക്കാനൊരു വാക്ക് വിട്ടു പോകുന്ന മക്കളുടെ ഒരു അവസ്ഥയൊക്കെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഒരു കൊട്ടാരം സദൃശ്യമായ ഒരു വീട്ടിനുള്ളിൽ 2 പേർ മുഖത്തോട് നോക്കി പരസ്പരം അറിയാതെ ജീവിക്കുന്ന 2 പേരുടെ നടയിൽ നിശബ്ദനായിരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. ആർക്കും സംഭവിക്കാവുന്ന ഈ ഓർമ്മ എന്ന് പറയുന്ന ഒരു ദൈവം കൈവച്ച് അനുഗ്രഹിച്ചു വിട്ട ആ ഒരു സത്യം, ആ സത്യം നമുക്ക് ഓർമ്മയില്ലാത്തവനെ എന്തിനു കൊള്ളാം. എപ്പോഴും ഓർമ്മ എന്ന് പറയുന്ന നമ്മളെ ഏറ്റവും ശക്തമായിട്ടുള്ള ഇല്ലേ ആ ഒരു അവസ്ഥ, ഏറ്റവും സുന്ദരമായ അവസ്ഥ. എല്ലാവർക്കും ഓർമ്മകൾ, സ്മരണകൾ ഒക്കെ ഉണ്ടാകട്ടെ. സ്മരണ ഉണ്ടാകുന്ന എങ്ങനെ ഓർമ്മകളിൽ നിന്നാണ്. ഇവൻ എന്നെ ഒരു നേരത്തെ ആഹാരം തന്നവനാണ്, ഇവൻ എന്നെ ഒരിക്കൽ ചേർത്ത് പിടിച്ചതാണ്, ഇവൻ എന്നെ ഒരിക്കൽ കൈപിടിച്ച് നടത്തിയതാണ് എന്ന് പറയുന്ന സ്മരണകളാണ് ഓർമ്മകൾ. അതുകൊണ്ട് ഓർമ്മകൾ ഇല്ലാത്ത മനുഷ്യനെ ദൈവം ഈ ഭൂമിയിൽ നിന്ന് എത്രയും വേട്ടം വളരെ ശാന്തമായി മോക്ഷപ്രാപ്തി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.